പാഠം 302 വീട്ടിനുള്ളിലെ രഹസ്യങ്ങൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ വിദ്യാലക്ഷ്മി, എന്താ വിശേഷം? ആ ഇന്ന് തന്നെയാ കേസ്. ഒരു പേടിയും വേണ്ട, അതെന്തായാലും ജയിക്കും. അത്രയ്ക്കും സ്ട്രോങ് എവിഡൻസ് അല്ലേ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കുര്യാക്കോസ് മേൽ ഇതിനെ ആവർത്തിക്കില്ല. ശരി, ആ 10:30 ഞാൻ എത്തും. ഏത് കുര്യാക്കോസിനെയാണ് ഇന്ന് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? ഇതൊരു വല്ലാത്ത കുര്യാക്കോസ. അയാളുടെ ഭാര്യ അയാൾക്കെതിരെ കൊടുത്ത ഡൈവോഴ്സ് പെറ്റീഷനിലാണ് ഇന്ന് വിധി. ഓഹോ, അപ്പോ ഒരു കുടുംബം കലക്കിയതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഞാനായിട്ട് ആരുടെയും കുടുംബം കലക്കിയിട്ടില്ല. കുര്യാക്കോസിനെ പോലുള്ളവർക്ക് കുടുംബജീവിതം പറഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ആരൊക്കെ കല്യാണം കഴിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് വക്കീലന്മാരാണെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാ. മോഹനേട്ടാ, കാര്യം പറയാ സംസാരിക്കല്ലേ. ഈ കുര്യാക്കോസിന്റെ ഭാര്യ മിനിയാണ് എന്റെ കക്ഷി. മിനി ഒരെമ്മക്കാരിയാ, കുര്യാക്കോസ് പ്രീഡിഗ്രിക്കാരൻ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മിനി ഡിഗ്രിക്കാരനായ കുര്യാക്കോസിനെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തുടങ്ങിയതാണ് കുര്യാക്കോസിന്റെ കോംപ്ലക്സ്. ഭാര്യയ്ക്ക് തന്നെക്കാട്ടിലും വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട് എന്നൊക്കെയാണ് അയാളുടെ പേടി. അതുകൊണ്ട് തന്നെ ഭാര്യ ആരോടും മിണ്ടാൻ പാടില്ല, ആരുടെ നേരെ നോക്കാൻ പാടില്ല തുടങ്ങി 1000 വ്യവസ്ഥകളാണ്. ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് മിനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുന്നത്. ഉടനെ കുര്യാക്കോസ് ഉടക്കിട്ടു. ഭാര്യ ജോലിക്ക് പോകാൻ പാടില്ല, ഭാര്യ സമ്പാദിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് ജീവിക്കേണ്ട ഗതികേട് തനിക്കില്ല എന്നൊക്കെയായി പുതിയ വാദം. കിട്ടിയത് സർക്കാർ ജോലിയാണെന്ന് ഓർക്കണം. സർക്കാർ ജോലിയാണെങ്കിലും അല്ലെങ്കിലും പെണ്ണുങ്ങൾ ജോലിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടുകാര്യങ്ങൾ നടക്കുകയും ചെയ്യും, അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടി വരില്ല. പെണ്ണുങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ എന്താണ് കുഴപ്പം? ആണുങ്ങളെ പോലെ നന്നാവില്ല. മോഹനേട്ടൻ വേറൊരു ഒരു വില്ലേജ് ഓഫീസറാണ്. പക്ഷേ ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ ഒരു സ്ത്രീയാണ്. അവര് ഭരിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? പെണ്ണുങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ആണുങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി പറഞ്ഞു വരുത്തുന്നതാണ് ഈ ഉത്തരവാദിത്വത്തിന്റെ കഥ. പെണ്ണുങ്ങൾക്ക് അവസരം കിട്ടിയ സ്ഥലത്തൊക്കെ അവരും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പലപ്പോഴും ആണുങ്ങളെക്കാട്ടിലും നന്നായിട്ട് ഉത്തരവാദിത്തങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് സമ്മതിച്ചു തരാൻ ആണുങ്ങൾക്ക് വിഷമം കാണും. അത് കുര്യാക്കോസ് ആയാലും മോഹനകൃഷ്ണൻ സാർ ആയാലും. ആഹാ, നീ പറഞ്ഞു വന്നത് മുഴുവൻ പറഞ്ഞില്ല. കുര്യാക്കോസിന്റെ ഭാര്യ മിനിക്ക് സർക്കാർ ജോലി കിട്ടി. അതോടെ ജോലിയില്ലാത്ത ഭർത്താവിനോട് അവർക്ക് പുച്ഛമായി. ജോലിയുടെ അഹങ്കാരത്തിൽ അവർ ഭർത്താവിനോട് ധിക്കാരത്തോട് പെരുമാറാൻ തുടങ്ങി. ഒടുവിൽ അയാളെ ഒഴിവാക്കാൻ വേണ്ടി ഡൈവോഴ്സിന് കൊടുത്തു. ഇതല്ലേ സംഭവിച്ചത്? ഇതല്ല സംഭവിച്ചത്. ജോലിക്ക് പോകാൻ കുര്യാക്കോസ് സമ്മതിക്കാതെ വന്നപ്പോൾ മിനി പട്ടിണി കിടന്നു. ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഇടപെട്ട് കുര്യാക്കോസിനെ കൊണ്ട് സമ്മതിപ്പിച്ച് മിനി ജോലിക്ക് പോയി തുടങ്ങി. അതോടെ കുര്യാക്കോസിന്റെ സംശയരോഗം അങ്ങ് മൂത്തു. ഭാര്യ ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്തൊക്കെ സംസാരിക്കുന്നുവെന്നും അറിയാൻ അയാൾ ഒരാളെ ശമ്പളത്തിന് വെക്കി കൂടി ചെയ്തു. ഓഫീസിൽ മിനിയോട് അടുത്തിടപെടുകിയ ഒരു സഹപ്രവർത്തകനെ ആളെ വിട്ട് തല്ലിക്ക് കൂടി ചെയ്തു കുര്യാക്കോസ്. മോഹനേട്ടൻ കാഞ്ചനെ സംസാരിക്കുമ്പോ കാഞ്ചനയുടെ ഭർത്താവ് പ്രഹ്ലാദൻ ഗുണ്ടകളെ വിട്ട് മോഹനേട്ടനെ തല്ലിച്ചാലോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നാമതായി, ഞാൻ കാഞ്ചനോട് ആവശ്യത്തിലധികം സംസാരിക്കാറില്ല. രണ്ടാമത്, വില്ലേജ് ഓഫീസർ മോഹനേഷന്റെ സ്വഭാവശുദ്ധി ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്റെ ഓഫീസിൽ ആരോടെങ്കിലും ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ മോഹനേട്ടൻ ആളെ വിട്ട് തല്ലിക്കുവോ? ഉദാഹരണത്തിന് എന്റെ ഓഫീസിൽ സത്യപാലനുണ്ട്. സത്യപാലന് ഞാനും കുറച്ച് സൗഹൃദത്തിൽ സംസാരിച്ചാൽ ഉടനെ സത്യപാലനെ തല്ലാൻ മോഹനേട്ടൻ ആളെ വിടുവോ? സത്യത്തിൽ സത്യപാലനെ തല്ലാനാണെങ്കിൽ ഗുണ്ടകളുടെ ആവശ്യമില്ല, ഞാൻ തന്നെ ധാരാളം മതി. പക്ഷേ ഞാനൊരു ഗാന്ധിയനായി പോയതുകൊണ്ട് എനിക്ക് തല്ലാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഗുണ്ടകളാകാനും മതി. അങ്ങനെ ഉണ്ടായാൽ മിനിക്കുട്ടി കുര്യാക്കോസിനെതിരെ കേസ് കൊടുത്തതുപോലെ ഒരു കേസ് ഞാനും കൊടുക്കും. കുടുംബ കോടതിയുടെ വരാന്തയിലൂടെ വില്ലേജ് ഓഫീസർ തെക്ക് വടക്ക് നടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ആഹാ, ഇപ്പോൾ നീ പ്രശ്നം മുഴുവൻ പറഞ്ഞിട്ടില്ല.
ആരെയോ തല്ലാൻ ആളെ വിട്ടതിന്റെ പേരിലാണോ ഒരു ഡൈവേഴ്സ് കേസ്? ഒരു ഡൈവോഴ്സ് കേസിന് അത്രയൊക്കെ മതി മോഹനേട്ടാ. പക്ഷേ മിനി എന്നെ പോലെ അല്ലല്ലോ, ഒരു സാധു സ്ത്രീ. അവർ പിന്നെയും ക്ഷമിച്ചു. പക്ഷേ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. കുര്യാക്കോസിന്റെ ഉപദ്രവം കൂടി കൂടി വന്നു. മിനിക്ക് വരുന്ന ഫോൺ കോളുകൾ പരിശോധിക്കുക, മിനിയെ വഴി വെച്ച് കാണുന്നവരുടെ പിന്നാലെ പോയി അവരോട് വഴക്കുണ്ടാക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ. ഒരു ദിവസം മിനിയുടെ മൊബൈൽ ഫോൺ ബില്ലിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് കമ്പനിയിൽ ചെന്നു. അവര് പറഞ്ഞു ഫോണിന്റെ ഉടമസ്ഥ ചോദിച്ചാലേ ലിസ്റ്റ് തരാൻ പറ്റുകയുള്ളൂ എന്ന്. അതിന്റെ പേരിൽ വഴക്കായി. കുര്യാക്കോസ് അയാളുടെ പേരിൽ ഒരു കണക്ഷൻ എടുത്ത് അത് മിനിക്ക് കൊടുത്തു. അതോടെ മിനി ആരോടൊക്കെ എത്ര മിനിറ്റ് സംസാരിക്കുന്നുണ്ട് എന്നറിയാമല്ലോ. അതും മിനി സഹിച്ചു. പക്ഷേ അടുത്ത മാസം മുതല് ബില്ല് നോക്കി ആളുകളെ വിളിച്ച് വഴക്കുണ്ടാക്കുന്ന പരിപാടി കൂടെ തുടങ്ങി കുര്യാക്കോസ്. ചുരുക്കത്തില് മിനി നാട്ടിലും ഓഫീസിലും നാണം കിട്ടും. പിന്നൊരു ദിവസം കുര്യാക്കോസ് മിനിയുടെ പേഴ്സണൽ ഡയറി തപ്പിയെടുത്തു. അതിലെഴുതിയിരിക്കുന്ന മുഴുവനും അയാൾ വായിക്കുക മാത്രമല്ല, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയും കൂടി ചെയ്തു. അതിലുണ്ടായിരുന്ന ഒരു രാജീവിന്റെ പേര് വെച്ച് അയാൾ പ്രശ്നം ഉണ്ടാക്കി. ഈ രാജീവ് കോളേജ് മിനിയോട് പഠിച്ചതാണ്. അടുത്ത കാലത്തെങ്ങോ അവർ വഴിവെച്ച് കണ്ടു, ഒന്ന് സംസാരിച്ചു. മിനിയുടെ കഷ്ടകാലത്തിന് അതും ആ ഡയറിയിലുണ്ടായിരുന്നു. കുര്യാക്കോസ് ഈ രാജീവിനെ പോയി കണ്ട് സംസാരമായി, ശകാരമായി, കയ്യാങ്കളിയായി, ഒടുവിൽ പോലീസ് കേസുമായി. അതോടെ മിനി തീരുമാനിച്ചു ഇനി ഇയാളോട് ജീവിക്കാൻ പറ്റില്ല. ഇനി മോഹനേട്ടൻ പറ, ഇതുപോലൊരു ഞരമ്പ് രോഗിയുടെ കൂടെ ജീവിക്കേണ്ട കാര്യമുണ്ടോ ഒരു പെണ്ണിന്? അതും വിദ്യാഭ്യാസം ജോലിയുള്ളൊരു പെണ്ണ്. അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ രാജീവിന്റെ കാര്യം മിനി കുര്യാക്കോസിനോട് പറയാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. എന്തിനു പറയണം? ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം എത്ര പേരെ കാണുന്നു, സംസാരിക്കുന്നു, അതൊക്കെ ഇവിടെ ഒന്ന് മോഹനേട്ടൻ പറയാൻ പറ്റുമോ? മോഹനേട്ടൻ ആളുകൾ കാണുന്നതും സംസാരിക്കുന്നതും ഞാൻ ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി ഒരാൾ മറ്റൊരാളുടെ അടിമയാവുന്നില്ല മോഹനേട്ടാ. കല്യാണം കഴിഞ്ഞാലും രണ്ടുപേർക്കും പേഴ്സണൽ ജീവിതം ഉണ്ട്. എനിക്ക് എന്റെ സ്വകാര്യതയും രഹസ്യങ്ങളും ഉണ്ടാവും. അതിലിടപെടാൻ എന്റെ ഭർത്താവിന് എന്താണ് അവകാശം? ഓഹോ, എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത രഹസ്യങ്ങളുണ്ടെന്നോ? അതെവിടുത്തെ ന്യായം? അവന് ഈ കല്യാണം ഏർപ്പെടുന്ന എന്താ അർത്ഥം? ഞാൻ പറഞ്ഞില്ലേ മോഹനേട്ടാ, പരസ്പരം വിശ്വാസത്തോടെ ജീവിക്കുമ്പോ എങ്ങനെയാണ് മറ്റൊരാളെ സംശയിക്കുക? സംശയിക്കുക എന്ന് പറയുമ്പോ അതിനൊരു യുക്തിപരമായ കാരണം വേണ്ടേ? അല്ലാതെ ഭാര്യയുടെ മൊബൈൽ ഫോൺ നോക്കി വിളിച്ച ആളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്നതും ഭാര്യയുടെ ഡയറി പരിശോധിക്കുന്നതും ഒക്കെ അന്തസ്സില്ലാത്ത ആളുകൾ ചെയ്യുന്ന പരിപാടിയല്ലേ? മോഹനേട്ടൻ എത്രയോ നാളായി ഡയറി എഴുതുന്നു. ഇന്ന് വരെ അതിലെന്താണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? ഞാൻ കൃത്യമായി ഡയറി എഴുതുന്നുണ്ട്. അതെന്താണെന്ന് മോഹനേട്ടന് ചോദിച്ചിട്ടില്ല. ഇതാണ് വിശ്വാസം. ഇന്നലെ ജഡ്ജി കുര്യാക്കോസിന്റെ വക്കീലിനോട് ചോദിച്ചു, ഡയറി എഴുതുക എന്നതൊരു സ്വകാര്യമായ ഏർപ്പാടല്ലേ, മിനിയുടെ ഡയറി വായിക്കേണ്ട കാര്യം കുര്യാക്കോസിന് എന്താണ് എന്ന്. ഭാര്യയുടെ ഡയറി ഭർത്താവ് വായിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് അറിയണ്ടാത്ത കാര്യങ്ങൾ ഡയറിയിലുണ്ടെങ്കിലോ? അങ്ങനെ ഭർത്താവ് അറിയണ്ടാത്ത കാര്യങ്ങൾ ഭാര്യയ്ക്ക് ഉണ്ടാവരുത്. അതൊക്കെ നടക്കോ മോഹനേട്ടാ? ഇങ്ങനെയാണെങ്കിൽ എന്റെ ഡയറി വായിച്ചാൽ മോഹനേട്ടൻ ഞെട്ടുവല്ലോ. ഞെട്ടാൻ മാത്രം എന്താ അതില്? ഓഹോ സാറേ, മോഹനേട്ടൻ സാറേ, നമസ്കാരം സാറേ. സാറിന്റെ നാക്ക് കൊള്ളാല്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ സ്റ്റേഷനറി കട നടത്തുന്ന ദിലീപിന്റെ ഭാര്യ സുമതിയില്ലേ, ടൈലർ നാരായണന്റെ കൂടെ ഒളിച്ചോടി പോയി. ഒരു ദിവസം വഴിയേരി നിന്ന് നാരായണ സുമതിയും കൂടി കൊഞ്ചു കുഴഞ്ഞ് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ സാർ എന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഉത്തമ, ഇത് വലിയ പ്രശ്നമാവും, വളരെ സൂക്ഷിച്ചോളാം ദിലീപിനോട് പറഞ്ഞേക്ക് എന്ന്. അത് പിന്നെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അന്നേ കാര്യങ്ങൾ മനസ്സിലായി.
ദിലീപിന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവന്റെ ഭാര്യ ഒളിച്ചോടി പോയി. പലരും ദിലീപിനോട് ഇതിനു പറഞ്ഞതാണ് സൂക്ഷിക്കണമെന്ന്. പക്ഷെ ദിലീപ് കേട്ടില്ല. ഭാര്യ ഭയങ്കര വിശ്വാസമായിരുന്നു ഈ ദിലീപിന്. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് ഇപ്പൊ ദിലീപിന് മനസ്സിലായി. നന്നായി. അവരൊക്കെ അനുഭവിച്ചാലേ പഠിക്കൂ. പിന്നെ സാറേ, ഈ സുമതിക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. ആ ഡയറി എടുത്ത് വായിച്ചപ്പോഴല്ലേ കാര്യങ്ങൾ പിടിയിട്ടുന്നത്. പ്രേമം തുടങ്ങിയ കാലം മുതലുള്ള സകല കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കണ്ടതും സംസാരിച്ചതും എല്ലാം. സാറേ, ആ ഡയറി എടുത്തൊന്ന് വായിക്കാൻ ഒരാഴ്ച മുമ്പേ ദിലീപ് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ ആവൂലായിരുന്നു. പെണ്ണ് വീട്ടിലും ഇരിക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോ ദിലീപ് പറയുക, ആ ഡയറി 2 ദിവസത്തിന് മുമ്പേ തുറന്നു നോക്കാനുള്ള ബുദ്ധി പോലും എനിക്ക് കിട്ടിയില്ലല്ലോ ഉത്തമാ എന്ന്. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടുമോ സാറേ? ഉത്തമ കേട്ടോ, എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. എന്താണ് സാറേ പെട്ടെന്നൊരു അത്യാവശ്യം? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഇതെന്റെ ഡയറി. ഇതെവിടെയാ? ഫോൺ നമ്പറുകൾ. പിന്നെ എവിടെയായിരിക്കും അത്? ഇല്ല, ഇതല്ലല്ലോ, വേറെ ഏതോ ഡയറി. വലിയൊരു പരിശോധന. ഒന്നുമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കള്ളമല്ലേ മോഹനേട്ടാ? മോഹനേട്ടൻ തപ്പുന്നത് എന്റെ ഡയറിയാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ അതൊക്കെ മോശമല്ലേ മോഹനേട്ടാ? എന്റെ ഡയറി എന്റെ സ്വകാര്യ സ്വത്താണ്. അതിന് മോഹനേട്ടൻ എന്താ കാര്യം? അതിന് മറുപടി കുറച്ചും ഞാൻ പറഞ്ഞല്ലോ. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോ പരസ്പരം രഹസ്യങ്ങൾ പാടില്ല. ഇതാണ് എന്റെ ഡയറി. ഈ ഡയറി നീ വായിക്കുന്നതിൽ എനിക്ക് വിരോധമില്ലല്ലോ. പക്ഷെ മറ്റുള്ളവരുടെ ഡയറി വായിക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിത് വായിക്കില്ലല്ലോ. അത്ര വലിയ ഔദാര്യം നീ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വായിച്ചോ. ഇപ്പോ മോഹനേട്ടൻ ഈ ഡയറി എനിക്ക് തരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ഞാനിത് വാങ്ങി വായിക്കുന്നു. വായിച്ചു കഴിയുമ്പോ മോഹനേട്ടൻ പറയും, നീ എന്റെ ഡയറി വായിച്ചല്ലോ, ഇനി നിന്റെ ഡയറി എടുക്ക, എനിക്കതൊന്ന് വായിക്കണം എന്ന്. ആ നമ്പർ കൈവച്ചാ മതി. നിന്റെ ഡയറി ഞാൻ വായിക്കുന്നില്ല. പ്രശ്നം തീർന്നല്ലോ. എന്തായാലും ഞാനറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് അറിയാൻ വേണ്ട. പക്ഷെ നീ അറിയാത്ത രഹസ്യങ്ങൾ എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റും. വായിക്കാം. അതൊന്നും ശരിയാവില്ല മോഹനേട്ടാ. ഡയറി എന്റെ ആണല്ലോ. ഞാൻ സംബന്ധിച്ച പിന്നെ ആർക്കൂടെ വായിക്കാമല്ലോ. വായിച്ചോ. ശരി, മോഹനേട്ടന്റെ നിർബന്ധം കൊണ്ട് ഞാൻ വായിക്കാണേ. ഇനി ഞാൻ മോഹനേട്ടന്റെ ഡയറി എടുത്ത് വായിച്ചെന്നുള്ളൊരു ആരോപണം ഉണ്ടാവരുത്. ഇല്ല. ജനുവരി 1. ജനുവരി 1 രാവിലെ ഓഫീസിൽ പോയി പുറമ്പോക്കിന് ലിസ്റ്റ് കൊടുക്കണമെന്ന് തഹസിൽദാർ പറഞ്ഞതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അത് തീർത്തു.
തിരികെ പോകുന്ന വഴി ഭാമ പറഞ്ഞതുകൊണ്ട് 1 കിലോ ഉള്ളിയും 1/2 കിലോ തക്കാളിയും വാങ്ങി. ഈശ്വര, സാധനങ്ങൾക്കൊക്കെ എന്താ വില? ഇങ്ങനെ പോയാൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ജനുവരി 2. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഉച്ചയ്ക്ക് ബാങ്കിൽ പോയിരുന്നു. ബാങ്കിൽ ഇനി ബാക്കിയുള്ളത് ആകെ 1,40,40,000 രൂപയാണ്. ജനുവരി 3. താലൂക്ക് ഓഫീസിൽ പോയി. തിരികെ വരുന്ന വഴി ആഫീസിനടുത്തുള്ള ഖാദറിന്റെ കടയിൽ നിന്ന് ഒരു നാരങ്ങാ വെള്ളം കുടിച്ചു. ഒരു നാരങ്ങാ വെള്ളത്തിന് 8 രൂപ. കഴിഞ്ഞ ആഴ്ച 7 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഖാദർ പറയുകയാണ്, 1 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ സാറേ, പിശുക്ക് ഇങ്ങനെ വേണോ എന്ന്. ഖാദറിന് ഞാൻ വെച്ചിട്ടുണ്ട്. ജനുവരി 4. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വൈകുന്നേരം കുറച്ച് നേരത്തെ പോകണമെന്ന് സ്വയംപ്രഭ പറഞ്ഞു. ശനിയാഴ്ച ആയത് കാരണം സിനിമയ്ക്ക് പോകാനാണത്രേ. ഞാൻ വിട്ടില്ല. ലീവ് ചോദിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴി ഇയാൾ പണ്ടാരം മടങ്ങി പോട്ടെ എന്ന് സ്വയംപ്രഭ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. ഞാൻ കേട്ടില്ലെന്നാണ് അവൾ വിചാരിച്ചത്. കേട്ടായിരുന്നല്ലോ, ഭയങ്കര തന്നെ. അതാണ് എഴുതിയിട്ടിരിക്കുന്നത്. ജനുവരി 5. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഭാമയുണ്ടാക്കിയ മീൻകറി അസലായിരുന്നു. അവളോടത് പറയാൻ പോയില്ല. പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര അഹങ്കാരമായി പോകും. വൈകുന്നേരം തന്ന ചായയിൽ മധുരം ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതും പറഞ്ഞില്ല. പറഞ്ഞാൽ നാളെ അവൾ ചായ ഉണ്ടാക്കിയില്ലെങ്കിലോ? അപ്പൊ പേടിയുണ്ടല്ലേ? സത്യത്തിൽ ചായയൊക്കെ തനിയെ ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലത്. പഠിക്കണം. എന്തായാലും പഞ്ചസാര പെട്ടെന്ന് തീർന്നു പോകുന്നതിന്റെ കാരണം എനിക്ക് പിടികിട്ടി. ഇതാണ് ഡയറി. ഇങ്ങനെ ഡയറി എഴുതണേ. മോഹനേട്ടാ, ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഡയറിയിൽ എഴുതേണ്ടത്. അല്ലാതെ ഉപ്പിന്റെ മുളകിന്റെ ബാങ്ക് ബാലൻസിനെ കണക്കല്ല. ഇങ്ങനെയാണെങ്കിൽ എന്റെ ഡയറി വായിച്ച മോഹനേട്ടൻ ബോധം കെട്ട് വീഴുമല്ലോ. ഇതിന് മാത്രം ഞെട്ടാനും ബോധം കെടാനും എന്താ നിന്റെ ഡയറിയില്? അത് പറയാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതോടെ ന്യായം. എനിക്ക് ആ ഡയറി കണ്ടേ പറ്റൂ. മോഹനേട്ടാ, ഒരാളുടെ ഡയറി പരിശോധിക്കാൻ പോലീസിന് പോലും അധികാരമില്ല. ഒന്നെങ്കിൽ അയാളുടെയോ അല്ലെങ്കിൽ കോടതിയുടെയോ അനുവാദം വേണം. നീതി ന്യായം പറയുന്നത് കോടതിയൊന്നുമല്ല, വീടാണ്. വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രഹസ്യം പാടില്ല. പിന്നെന്തിനാ ഈ ഡയറി എഴുതുന്നത്? എഴുതാനുള്ള ഈ ഭിത്തി കൂടെ എഴുതി വെച്ചാ പോരെ, എല്ലാവർക്കും വായിക്കാലോ. ശരി, എന്തായാലും നിനക്ക് നിന്റെ രഹസ്യങ്ങളുണ്ട്, എന്നോട് പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. അതെന്ത് ന്യായ? ന്യായം എന്നൊരു വാക്ക് ഈ വീട്ടിൽ മിണ്ടരുത്. നിന്റെ ഡയറി വായിക്കാൻ എനിക്ക് അനുവാദമില്ലെങ്കിൽ പിന്നെ നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിൽ എങ്ങനെ കഴിയും? നിനക്ക് അതിന് മാത്രം രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് പേടിയാ. ഓഫീസിൽ ഇത്ര നേരത്തെയോ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോവും. അത് എന്റെ സ്വകാര്യതയാണ്. പക്ഷെ മോഹനേട്ടൻ, ഇനി നീ ഒന്നും പറയണ്ട, ഞാൻ പോവാ. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞില്ലേ, ആ ഡയറി തന്നെ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആയിരിക്കും. ആയിരിക്കുന്നല്ല, ആണ്. ഇനി അതിന്റെ കുറവ് വേണ്ട, ഞാൻ ഡയറി അങ്ങ് തരാം. ഇനി അത് വായിച്ച് അടുത്ത പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. അത് വായിച്ചാലേ പറയാൻ പറ്റൂ. എന്നാ പിന്നെ ഞാൻ ഡയറി തരില്ല. അയ്യോ, നിക്ക്, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഡയറി ഞാൻ തരാം. ഇനി അതില്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കണ്ട. ഇതാണ് ഡയറി. ഇനി ഇത് വായിച്ച് വഴക്കുണ്ടാക്കാൻ പോവാണെന്ന് എനിക്കറിയാം. ഞാനതൊന്നും കാര്യമാക്കുന്നേ ഇല്ല. ദാ പിടിച്ചോ, പിടി. നീ പോകാൻ പറ്റ, ഇവിടെ നിൽക്ക്. അതെന്തിന്? ഞാനിത് വായിക്കുമ്പോ നീ അടുത്തുണ്ടാവണം. ഞാൻ വായിക്കുന്നത് നീ കേൾക്കണം. അതിന്റെ കാര്യമില്ലല്ലോ, ഇത് എഴുതിയത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്തെഴുതിയെന്ന് എനിക്കറിയാമല്ലോ. പിന്നെന്തിനാ ഞാൻ വായിച്ചു കേൾക്കാൻ നിൽക്കണേ? അത് പറ്റില്ല.
എന്റെ ഡയറി നീ വായിക്കുമ്പോ ഞാൻ കേട്ടിരുന്നല്ലോ. ശരി, ഇനി അതിന്റെ കുറവും കൂടി വേണ്ട. വായിക്ക്. വായിക്കാണ്. വായിക്ക്. ജനുവരി 1 രാവിലെ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി. ഇഡ്ഡലിക്കുണ്ടാക്കിയ ചമ്മന്തി ഉപ്പ് കുറഞ്ഞതിനായിരുന്നു വഴക്ക്. ഉപ്പിന്റെ ശാസ്ത്രനാമവും ഉപ്പ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയും പഠിപ്പിച്ചു. വൈകിട്ട് മോഹനേട്ടൻ കൂട്ടുകൂടാൻ വന്നു. ജനുവരി 2 രാവിലെ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി. ഷർട്ട് തേച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. എങ്കിൽ ശരിക്ക് തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ കാപ്പി പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയി. വൈകിട്ട് മോഹനേട്ടൻ കൂട്ടുവിടാൻ വന്നു. ജനുവരി 3 രാവിലെ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി. ബെഡ്റൂമിലെ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ് വഴക്ക്. വൈദ്യുതി ക്ഷാമത്തെ പറ്റിയും വൈദ്യുതി കണ്ടുപിടിച്ച മൈക്കിൾ ഫാരഡെ പറ്റിയും ക്ലാസ് എടുത്തിട്ടാണ് ഓഫീസിൽ പോയത്. വൈകിട്ട് മോഹനേട്ടൻ കൂട്ടുവിടാൻ വന്നു. ജനുവരി 4 രാവിലെ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി. വെള്ളമടിച്ച് റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കിയ സുകുമാരനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാൻ പോയതിന്റെ പേരിലായിരുന്നു വഴക്ക്. കള്ളുകുടിയന്മാരെല്ലാം തൂക്കിക്കൊല്ലിയാണ് വേണ്ടതെന്നായിരുന്നു മോഹനേട്ടന്റെ അഭിപ്രായം. വൈകിട്ട് മോഹനേട്ടൻ കൂട്ടുവിടാൻ വന്നു. ജനുവരി 5 രാവിലെ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി. മുറ്റത്തെ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. ഉച്ചയൂണിന് നല്ല ഒന്നാം തരം മീൻകറി ഉണ്ടാക്കി കൊടുത്തിട്ടും അത് മൂക്കി വിട്ട് തിന്നല്ലാതെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അതിന്റെ വാശിക്ക് വൈകിട്ട് ചായയിൽ നിറയെ പഞ്ചസാര വാരിയിട്ട് കൊടുത്തു. എന്നിട്ടും മിണ്ടിയില്ല. വൈകിട്ട് മോഹനേട്ടൻ കൂട്ടുവിടാൻ വന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണോ ഡയറി എഴുതുന്നത്? സത്യത്തിൽ ഇങ്ങനെയല്ല എഴുതേണ്ടത്. ആകെ 2 വാചകം മതി. രാവിലെ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി, വൈകുന്നേരം മോഹനേട്ടൻ കൂട്ടുകൂടാൻ വന്നു. ഇത്രയുള്ള കാര്യം. സിമ്പിൾ. പിന്നെ ഓരോ ദിവസം വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതത്തിൽ ഓർത്തു വെക്കേണ്ട കാര്യമേ ഡയറിയിൽ എഴുതാവൂ എന്ന്. ഇനി എന്താണ് വില്ലേജ് ഓഫീസർക്ക് പറയാനുള്ളത്? എന്നാലും ആ മീൻകറി നല്ലതാണെന്ന് ഇന്നലെ പറയായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ എന്താ, എഴുതി വെച്ചിരിക്കല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രഹസ്യങ്ങളും സ്വകാര്യതയും പാടുണ്ടോ എന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചോദ്യമാണ്. എങ്കിൽ പോലും ഭാര്യയുടെ ഡയറിക്കുറിപ്പുകൾ പരിശോധിക്കണമെന്ന് വാശി പിടിക്കുന്നതിനോട് യോജിക്കാനാവില്ല. എന്തായാലും സത്യഭാമയുടെ ഡയറിക്കുറിപ്പുകളിൽ തെളിഞ്ഞു നിന്നത് ഭർത്താവ് അറിയരുതാത്ത രഹസ്യങ്ങളല്ല, ഭർത്താവിന്റെ തനിനിറം തന്നെയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.